അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നട്ടലൊടിക്കുന്ന കടുത്ത തിരിച്ചടിയാണ് പശ്ചിമേഷ്യയിൽ ട്രംപ് ഭരണകൂടം നേരിട്ടിരിക്കുന്നത്. ലോക പോലീസായിട്ടുള്ള അമേരിക്കയെ യുദ്ധകളത്തിൽ മുട്ടുകുത്തിച്ച് ഇറാന്റെ സൈനിക മുന്നേറ്റത്തിൽ റഷ്യയും ചൈനയും പരസ്യമായിട്ട് തന്നെ ആഹ്ലാദിക്കുകയാണ്. തന്ത്രപരമായിട്ട് അമേരിക്ക അങ്ങേയറ്റം അപമാനിതരായ ഈ ഒരു അവസ്ഥയിലും സമാധാന കരാറിലെ ഇസ്രയേലിന്റെ വിലങ്ങുതടിയിലും ചൈനയും റഷ്യയും സന്തോഷിക്കുന്നതിന് പിന്നിൽ മൂന്ന് പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ പരാജയവും സ്വാധീനക്കുറവുമാണ്. അതായത് അമേരിക്കയുടെ പിന്മാറ്റം ഈ ഒരു കാര്യം കൊണ്ടാണ് വന്നത്. ചൈന നൽകിയ അത്യാധുനിക ആയുധങ്ങളും റഷ്യയുടെ രഹസ്യ അന്വേഷണ സഹായവും ഉപയോഗിച്ചാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ശക്തമായിട്ട് ആക്രമിച്ചത്. അതോടൊപ്പം സമ്മർദ്ദത്തിലായ US അവസ്ഥ ഈ 100-ലധികം ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിൽ അമേരിക്കയ്ക്ക് ഇറാന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു എന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ ശക്തി കുറയുന്നതുമായിട്ട് കാണിക്കാൻ ചൈനയ്ക്കും റഷ്യയ്ക്കും അവസരമൊരുക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, മിഡിൽ ഈസ്റ്റിൽ ചൈനയുടെയും റഷ്യയുടെയും മേധാവിത്വം, ഈ ഇറാന്റെ കരുത്തും അവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് തങ്ങളുടെ സഖ്യകക്ഷിയായ ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ല എന്നത് ചൈനയ്ക്കും റഷ്യയ്ക്കും വലിയ തന്ത്ര വിജയമാണ്. ഇനി അവിടെ വിലപേശൽ ശക്തിയുമുണ്ട്. അതായത് ഈ കരാറിലൂടെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനത്തെക്കാൾ ചൈനയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന ലഭിക്കുന്നത് എന്നത് അവിടെ അവർക്ക് ആ ഒരു കാര്യത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതാണ്. ഇനി മൂന്നാമത്തത് ഇസ്രയേൽ സൃഷ്ടിക്കുന്ന വിലങ്ങുതടിയും അമേരിക്കയുടെ പ്രതിസന്ധിയുമാണ്. അതായത് US ഇസ്രയേൽ തമ്മിലുള്ള ഒരു ഭിന്നത അവിടെ രൂപപ്പെട്ടിരുന്നു. അമേരിക്ക ഇറാനുമായിട്ട് കരാറുണ്ടാക്കുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേൽ അതിനെ പരസ്യമായിട്ട് എതിർക്കുന്നത് അമേരിക്ക വലിയ നയതന്ത്ര പ്രതിസന്ധിയിലാക്കുന്നു. ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും ലാഭം ചെയ്യുന്ന ഒരു കാര്യമാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ ഒരു ആഭ്യന്തര ഭിന്നത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയുന്നത് റഷ്യയ്ക്കും ചൈനയ്ക്കും തങ്ങളുടെ അന്താരാഷ്ട്ര നിലപാടുകൾ ശക്തമാക്കാൻ സഹായകമാകുന്നു എന്നതാണ്. ഇത് ചുരുക്കത്തിൽ പറഞ്ഞു വരികയാണെങ്കിൽ അമേരിക്കയുടെ തളർച്ചയും തങ്ങളുടെ സഖ്യകക്ഷിയായ ഇറാന്റെ നേട്ടവുമാണ് ചൈനയും റഷ്യയും ഈ ഒരു സാഹചര്യത്തിൽ സന്തോഷിപ്പിക്കാൻ കാരണമാകുന്നത്. അത് വലിയ രീതിയിലുള്ള അവരുടെ പദ്ധതികളും പ്ലാനുകളും എല്ലാം അതേപോലെ നടന്നു. ചൈനയുടെയും റഷ്യയുടെയും ആ ഒരു വലിയ ലോകശക്തി എന്നുള്ള അമേരിക്കയുടെ പട്ടമെടുത്ത് മാറി, അല്ലെങ്കിൽ പട്ടമെടുത്ത് മാറ്റാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിലയിരുത്താം. എന്തായാലും പശ്ചിമേഷ്യയിൽ ആഴ്ചകൾ നീണ്ട കടുത്ത യുദ്ധഭീതിക്ക് വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ധാരണപത്രം വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഔദ്യോഗികമായിട്ട് ഒപ്പുവയ്ക്കുകയാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഡിജിറ്റൽ ഒപ്പിടൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാട്സും ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും പങ്കെടുത്ത് കരാർ ഒപ്പുവെക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും സമാധാനമാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജന്മദിനത്തിൽ ഒപ്പിടാൻ ഇറാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഔദ്യോഗിക ചടങ്ങ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയത്. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം മാറുന്നതോടെ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യയുടെ 13 കപ്പലുകൾ അടക്കം 100 കണക്കിന് കപ്പലുകൾക്കും അതിലെ ജീവനക്കാർക്കും ഇതുവഴി വലിയ ആശ്വാസമാകും. അതോടൊപ്പം തന്നെ ആഗോള വിപണിയിലെ എണ്ണ പാചകവാതക പ്രതിസന്ധികൾക്ക് ഇതൊരു താൽക്കാലിക പരിഹാരമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ചൈനയുടെ ആയുധങ്ങളും റഷ്യയുടെ ഇന്റലിജൻസും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ കടുത്ത US ബേസ് ആക്രമണങ്ങളാണ് അമേരിക്ക ഈ ഒരു കരാറിലേക്ക് എത്തിച്ചത് എന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ. എന്നാൽ ഈ ഒരു വലിയ സമാധാന ശ്രമങ്ങൾക്കിടയിലും പശ്ചിമേഷ്യയിലെ യഥാർത്ഥ ശാന്തി ഇപ്പോഴും കീറാമുട്ടിയായിട്ട് തുടരുകയാണ്. ആഗോളതലത്തിൽ ഉണ്ടായ നയതന്ത്ര വിജയത്തെ പൂർണ്ണമായിട്ടും അപ്രസക്തമാക്കിക്കൊണ്ട് ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാടാണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ഈ കരാറിൽ തങ്ങൾ ഭാഗമായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ലെബനാനിൽ തങ്ങൾ പിടിച്ചെടുത്ത സുരക്ഷാ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്നുമാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഈ ഡീലുമായി ബന്ധപ്പെട്ട് ലെബനാനുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ഇസ്രയേൽ വാദിക്കുന്നുണ്ട്. എന്നാൽ ലെബനാനിലെ യുദ്ധം നിർത്താതെയും ഇസ്രയേൽ പിന്മാറാതെയും ഈ ഒരു സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. ഇതിനിടയിൽ ഇസ്രയേലിന്റെയും ഇറാന്റെയും ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ എതിർപ്പുകൾ പുകയുന്നുണ്ട്. ഇസ്രയേലിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചെങ്കിലും നെഫ്താലി ബെന്നറ്റിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇറാന്റെ ഉള്ളിൽ ഭരണമാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. മറുഭാഗത്ത് ഇറാന്റെ ഉള്ളിലെ തീവ്ര നിലപാടുള്ളവരെയും ഈ കരാറിന് എതിരാണ്. തങ്ങളുടെ പരമോന്നത നേതാവിനെയും സൈനാധിപതിമാരെയും വധിച്ച അമേരിക്കയ്ക്ക് മുന്നിൽ എന്ത്
എന്തിന് സന്ധിക്ക് പോകണമെന്നാണ് അവർ ഉയർത്തുന്ന ചോദ്യം. ചുരുക്കത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നിർത്താൻ ധാരണയാകുമ്പോഴും ഇസ്രയേൽ ഉയർത്തുന്ന ഈ ഒരു വിലങ്ങുതടി പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ജനീവയിൽ കരാർ ഒപ്പുവെക്കുന്നതോടെ മാത്രമേ ഈ ഒരു സമാധാന നീക്കത്തിന്റെ യഥാർത്ഥ ഭാവി വ്യക്തമാകൂ. അമേരിക്കയും ഇറാനും തമ്മിൽ 100-ലധികം ദിവസങ്ങൾ നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ടാണ് എന്തായാലും ഈ ധാരണാപത്രം വരുന്നത്. പാകിസ്ഥാനും ഖത്തറും സംയുക്തമായി നടത്തിയ നീണ്ട നയതന്ത്ര ഇടപെടലുകളാണ് ഒടുവിൽ ഇരു രാജ്യങ്ങളെയും ചർച്ചകളുടെ മേശപ്പുറത്ത് എത്തിച്ചത്. ജൂൺ 19 വെള്ളിയാഴ്ചയായിരിക്കും ഈ ഒരു സമാധാന കരാർ നടക്കുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിന് വലിയ രീതിയിലുള്ള ആശ്വാസമല്ല എങ്കിൽ പോലും ചെറിയൊരു ആശ്വാസം ലഭിക്കുന്ന കാര്യമാണ്. കാരണം ഏത് നിമിഷവും തകിടം മറിയാം. അതിൽ ഒപ്പുവെച്ചാൽ മാത്രമേ അറിയൂ എത്രത്തോളമാണ് അത് യാഥാർത്ഥ്യമാകൂ എന്നുള്ളത്. കാരണം ലെബനാനിലേക്ക് ഇസ്രയേൽ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നാണ് ലോകം വീണ്ടും ഉറ്റുനോക്കുന്നത്. എന്തായാലും കരാർ നിലവിൽ വരുന്നതോടെ മേഖലയിൽ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും തുടർന്ന് സ്ഥിരമായ സമാധാനത്തിനായുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമാകും. എന്തായാലും ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഈ ഹോർമുസ് തുറക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമാകും. ഇനി പ്രവാസികൾക്കും അത് വലിയ ഒരു ആശ്വാസമാകുന്ന കാര്യമാണ്. കാരണം 40 ലക്ഷത്തോളം പ്രവാസികളാണ് നമ്മുടെ ഇവിടെ നിന്നും അവിടെ ഗൾഫ് മേഖലയിൽ താമസിക്കുന്നത്, ജോലി ആവശ്യത്തിനായിട്ട് പോയിരിക്കുന്നതും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർക്കും ഇത് വലിയൊരു ആശ്വാസമാണ്. ആഗോളതലത്തിൽ വലിയ സമാധാന പ്രതീക്ഷകൾ ഉയരുമ്പോഴും ഈ കരാറിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രയേൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതും ചെറിയൊരു ആശ്വാസക്കുറവിന് കാരണമായിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ലെബനന് ബാധകമാണെന്ന് ഇറാനും മധ്യസ്ഥ രാജ്യങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടെ നിന്നും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിർത്തികളുടെ സുരക്ഷ മുൻനിർത്തി ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനൻ, ഗസ, സിറിയ നഗരങ്ങളിൽ യുദ്ധം ചെയ്യുമെന്നാണ് നെതന്യാഹു പറയുന്നത്. എന്തായാലും ഈ അമേരിക്ക ഇറാൻ കരാറിന്റെ ഭാഗമല്ല എന്ന് നെതന്യാഹു വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഒരു ഭീഷണിയും നിലനിൽക്കുകയാണ്. എന്തായാലും യുദ്ധം ഇപ്പോൾ വലിയ രീതിയിൽ ഇല്ല എങ്കിൽ പോലും സമാധാനം അടുത്ത് തന്നെയാണ്. എന്തായാലും ഈ കരാർ നടക്കുമ്പോൾ ഇസ്രായേൽ മാത്രമല്ല ലെബനാന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം കരാറിനോട് മിശ്ര പ്രതികരണമാണ് ലെബനന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അമേരിക്കൻ ഇറാൻ സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം എന്നാൽ ലെബനന്റെ പരമാധികാര മണ്ണിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റത്തിനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലെബനനിൽ അധിനിവേശം തുടരുകയോ രാജ്യത്തിന്റെ പരമാധികാരം ലംഘിക്കുകയോ ചെയ്താൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്നാണ് സായുധ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ ഒരു വർഷത്തെ വലിയൊരു സമാധാന നീക്കം നടക്കുമ്പോഴും ഇസ്രയേലിന്റെ കടുത്ത നിലപാട് മേഖലയെ വീണ്ടും ഒരു യുദ്ധമുനമ്പിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വെള്ളിയാഴ്ച എന്തായാലും ജനീവയിൽ നടക്കുന്ന ചടങ്ങോടുകൂടി മാത്രമേ എന്തായിരിക്കും എന്നുള്ളത് വ്യക്തമാകൂ.